ഫിയർ ഓഫ് ഗ്രാമർ. ഈ ഗ്രാമറിനെ പറ്റി നമ്മൾ ഒരിക്കലും ഓവർ കൺസേൺഡ് ആവരുത്. ബിക്കോസ് ഗ്രാമർ ഈസ് പാർട്ട് ഓഫ് അവർ കമ്മ്യൂണിക്കേഷൻ. അത് വെൻ യുവർ കമ്മ്യൂണിക്കേഷൻ ഈസ് പെർഫെക്റ്റ്, നിങ്ങൾ കറക്ഷൻ നടക്കുമ്പോൾ നാച്ചുറലി യുവർ ഗ്രാമർ വിൽ ബി പെർഫെക്റ്റ്. അതുകൊണ്ട് ഗ്രാമറിനെ പറ്റി നമ്മൾ യു ഷുഡ് നോട്ട് ബി ഓവർ കൺസേൺഡ്. നമ്മൾ ഗ്രാമറിനെ പറ്റി അമിതമായിട്ട് വ്യാകുലപ്പെടേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഒരു ഡയലോഗ് പറയുമ്പോൾ നാച്ചുറലി അതിന്റെ ഗ്രാമർ, ഫോർ എക്സാമ്പിൾ, വേ വെർ യെസ്റ്റർഡേ വെൻ ഐ കെയിം ടു യുവർ ഹൗസ് എന്ന് പറയുമ്പോ ഇവിടെ നമ്മൾ ഇന്നലെ നീ എവിടെയായിരുന്നു എന്നാ പറയേണ്ടത്. അവിടെ നമ്മൾ വേർ ആർ യു യെസ്റ്റർഡേ, വേ ആർ യു യെസ്റ്റർഡേ വെൻ ഐ കെയിം എന്ന് പറയാൻ പാടില്ല. അപ്പൊ നാച്ചുറലി വി വിൽ കറക്റ്റ് ഇറ്റ് ആസ് വേ വെർ യെസ്റ്റർഡേ. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സോ ഇത് ഒരു വലിയൊരു ഘടകമാണ്. പിന്നെ ഷൈനസ്, ദേ ഓൾവേസ് ഷൈ ടു സ്പീക്ക്. ദ പ്രോബ്ലം വി സീ ഈസ് വെൻ സ്റ്റുഡൻസ് ഗെറ്റ് 5 minutes break in the class, they automatically switch to Malayalam. ഇത് ഒരിക്കലും പാടില്ല. We encourage them, when you are in the classroom, at least in the classroom, try to speak 100% ഇംഗ്ലീഷിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതൊരു ബ്രേക്ക് കിട്ടുമ്പോഴും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിലാണ്. യു ഷുഡ് നോട്ട് കമ്മ്യൂണിക്കേറ്റ് മലയാളം, ബിക്കോസ് യു ഫീൽ റിലാക്സ്ഡ് വെൻ യു സ്പീക്ക് ഇൻ മലയാളം. അത് നാച്ചുറൽ ആണ്. കാരണം മലയാളം ഈസ് അവർ മദർ ടങ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറാസ് ഇംഗ്ലീഷിൽ നമുക്കത് പറ്റുന്നില്ല. സോ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു, ബ്രിട്ടീഷ് അക്കാഡമി ചെയ്യുന്നത്, നിങ്ങൾ മലയാളം സംസാരിക്കുമ്പോഴുള്ള സെയിം ഈസ് ആൻഡ് കംഫർട്ട്, ഇതേ ഒരു കംഫർട്ട് ആൻഡ് ഈസിനെസ് ആൻഡ് ഫ്ലുവൻസി നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും നിങ്ങൾക്ക് വരണം. ആ ഒരു ലെവലിലേക്ക് സ്റ്റുഡൻസിനെ കൊണ്ടുവരാനാണ് ബ്രിട്ടീഷ് അക്കാഡമി ശ്രമിക്കുന്നത്. അതിനാണ് ഇന്ററാക്റ്റീവ് സെഷൻസ് ഒക്കെ, ഈ പ്രാക്ടീസ് ഒക്കെ നമ്മൾ ചെയ്യിക്കുന്നത്. ഇന്ററാക്റ്റീവ് സെഷൻസ്. താങ്ക് യു.